മാഷേ, ഇന്ന് ഓഫീസർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഷേ. മാഷേ, നമ്മളെ 4ാം ക്ലാസ് പോയിട്ട് ഒന്ന് കണക്ക് പഠിപ്പിക്കുക. മാഷ് 3ാം ക്ലാസ് പോയിട്ട് ഇംഗ്ലീഷ് എടുക്കുക. ഓ ശരി മാഷേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കി. എൻ്റെ മക്കളൊക്കെ സുന്ദരന്മാരും സുന്ദരിമാരും ആയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാൻ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞൊക്കെ എഴുതിക്കോ. മോനെ, ഇവിടെ വാ. ഇവിടെ കുറച്ച് ചവറുകൾ. ഇത് തൂത്തുവാരി പുറത്ത് കളെ. അപ്പുറത്തതാ മണ്ണുണ്ടേ. എന്ത് പറയും? എന്താ പറയാ? എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും എന്താ പറയാ? നമ്മളൊക്കെ പറയണ്ടോ? അങ്ങനെ പരമീനോട് കണ്ണ് പോയോ? ഞാൻ അറിയാത്ത കാര്യത്തിനാണ് മാഷിനെ ചീത്ത പറഞ്ഞത്. ഇനി ബേജാറാണ്ടടാ, മാഷക്കുള്ള പണി അമ്മക്ക് കൊടുക്കാം. വയറുവേദന എടുക്കുന്നു. നല്ല വയറുവേദന എടുക്കുന്നു.
ഹലോ. ആ, സാധനങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലേ? കൊറോണ കാരണം കടകളൊക്കെ അടഞ്ഞു കിടന്നതല്ലേ? ഏതെങ്കിലുമൊക്കെ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ഏതായാലേ ഞാൻ വരുമ്പം വാങ്ങിയിട്ട് വരാം. ഹായ് തത്തമ്മ, എന്ത് രസമുണ്ട് കാണാൻ. ഹായ് തത്തമ്മേ. ഹായ്, അച്ഛൻ വന്നു. അച്ഛാ, ഒന്ന് വേഗം വാ. ആ, എന്താ മോളെ? നമ്മുടെ ജനലിന്റെ അടുത്ത് തത്തമ്മ. തത്തമ്മ? ആ, വേഗം വാ. എവിടെ മോളെ? മോള് കാണിക്ക്. ദാ ഇവിടെ വന്ന് നോക്ക്. എവിടെ മോളെ? അതാ ആ കൊമ്പത്ത്. അച്ഛൻ നോക്കട്ടെ. എവിടെ? അവിടെ എവിടെയും തത്തമില്ലല്ലോ. ആ കൊമ്പിന്റെ മേലുണ്ട്, അപ്പുറത്ത്. അച്ഛൻ അവിടെ എവിടെയും തത്തമ്മേനെ കാണുന്നില്ലല്ലോ. പറന്നു പോയി കാണും. മോള് വാ, തത്തമ്മേനെ അച്ഛൻ കാണിച്ചു. ഇനി വേണേ നമുക്ക് പിടിച്ചു മുതരാം. മോള് മെല്ലെ കേറ്. ശരി അച്ഛാ. കേറിയോ? ഓക്കേ. എവിടേക്കാ അച്ഛാ? അതൊക്കെ മോളെ പിടിച്ച്. ആ, മോള് വാ. ഇതാണ് നമ്മുടെ തത്തമ്മേൻ്റെ വീട്. ആ, കാതറേ, എന്തൊക്കെയാ വിശേഷം? നല്ല മാഷെ, കയറിയിരിക്കും. ആ, ഇരിക്കും മാഷെ. മോള് ഇവിടേക്ക് ഇരിക്കും. ആ, ഞാനേ ചെറിയോള് വീട്ടിൽ നിന്ന് പുറമേ നിന്നൊരു തത്തേനെ കണ്ട്. എന്നപ്പോൾ അവൾക്ക് ഒരാഗ്രഹം, ഒറിജിനലായിട്ടൊരു തത്തയെ കാണണം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ തത്തമ്മേനെ പിടിക്കുന്ന ആളാണല്ലോ. ഇവിടെ വന്നാൽ തത്തമ്മേനെയൊക്കെ കാണാലോ. അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ കണ്ടുവരും. മാഷെ, ഞാനിപ്പോൾ കൊറോണക്കല്ലേ, കുടുംബവും നോക്കണം, തത്തമ്മനെയും നോക്കണം. അപ്പോൾ ഇവിടെ ഒരു തത്തയില്ല. നമുക്കും ഭക്ഷണമല്ല, ഐറ്റിങ്ങൾക്കും ഭക്ഷണമല്ല. ഞാനെല്ലാത്തിനെ പറത്ത് വിട്ടു. ശരിയാ, അതും ഒരു ജീവനുള്ള അല്ലേ. അവരെന്നെങ്കിലും ഇങ്ങനെ പറന്ന് നടക്കട്ടെ. മോളെ ഒരാഗ്രഹം കൊണ്ട് വന്നതാ അല്ലേ? നമുക്ക് പിന്നെ കണ്ടാ പോരെ? എന്നാലും ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാം ശരിയാവും, ദൈവമുണ്ടല്ലോ കൂടെ. ഇത് വീട്ടിലേക്ക് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇപ്പോൾ ഇതിന് അർഹതപ്പെട്ട നിങ്ങളാ. ഇത് വാങ്ങിച്ചോ മാഷെ. വാങ്ങിക്കൂ കാതറേ. ജീവിതം എന്ന് പറയുന്ന ഇതൊക്കെയല്ലേ. താനാരോ താനിനന്നാനോ താനിനം താനിനം നാനോ താനിനം താനിനം നാനോ താനിനം നാരോ. താളത്തിൽ പാടിയിട്ടു ഞാലിലാടിയ പഞ്ചവർണ്ണ കിളിക്കൊച്ചു പെണ്ണേ, തായിട്ട കൂട്ടിലടച്ചതിന്നാരാണ് ചൊല്ലുമോ ചൊല്ലുമോ കൊച്ചു പെണ്ണേ. താളത്തിൽ പാടിയിട്ടു ഞാലിലാടിയ പഞ്ചവർണ്ണ കിളിക്കൊച്ചു പെണ്ണേ, താഴിട്ട കൂട്ടിലടച്ചതിന്നാരാണ് ചൊല്ലുമോ ചൊല്ലുമോ കൊച്ചു പെണ്ണേ. താരിളം പുൽമേടും പുഞ്ചനെൽപ്പാടവും വാടിക്കരിഞ്ഞല്ലോ കൊച്ചു പെണ്ണേ, താമരപ്പൊയ്കയും പായും പുഴകളും വറ്റി വരണ്ടല്ലോ കൊച്ചു പെണ്ണേ. താരിളം പുൽമേടും പുഞ്ചനെൽപ്പാടവും വാടിക്കരിഞ്ഞല്ലോ കൊച്ചു പെണ്ണേ, താമരപ്പൊയ്കയും പായും പുഴകളും വറ്റി വരണ്ടല്ലോ കൊച്ചു പെണ്ണേ. തത്തകം പിത്തകം പാറിക്കളിക്കുവാൻ കൂട്ടുകാരൊത്തു നീ എപ്പ വരും? ലല്ലലം ലല്ലലം ചൊല്ലിത്തിമിർക്കുവാൻ കൂട്ടമായി കൂട്ടരൊത്തെന്നു വരും. തത്തക്കം പിത്തക്കം പാറിക്കളിക്കുവാൻ കൂട്ടുകാരൊത്തു നീ എപ്പ വരും? ലല്ലലം ലല്ലലം പാടിത്തിമർക്കുവാൻ കൂട്ടമായി കൂട്ടരൊത്തെന്നു വരും.
മാഷേ ആ ഇതാരാ? കുറച്ച് ദിവസം സ്കൂൾ പൂട്ടിയപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ പൂതിയായി മക്കളെ. മാഷേ സോറി. എന്തു പറ്റിയടാ? അന്ന് ഷേനെ കണ്ട് പൊടിയായപ്പോ മാഷിങ്ങ വഴക്ക് പറഞ്ഞില്ലേ, ആ ദേഷ്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വയറുവേദനായിട്ട് അഭിനയിച്ചതാണ് മാഷേ. സോറി മാഷേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവൂല. മോനെ, കുട്ടികളെ പ്രായത്തിൽ പല കുസൃതികളും കാണിക്കും. അതിൽ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. പക്ഷേ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ചില കുസൃതികൾ കാലങ്ങ് മായ്ച്ചു കളയും. മോനെ ഏകദേശം 10 വയസ്സേ പ്രായം കാണും. ഈ പ്രായത്തിലും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ വേണ്ടിയുള്ള മോൻ്റെ മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിയുന്നു ഒരു പുതിയ തലമുറ ഇനി ഭാവിയിൽ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.